ചെങ്ങന്നൂരിലെ തൃപ്പൂത്താറാട്ട്. ഒറ്റ ശ്രീകോവിലിനുള്ളിൽ ശിവപാർവതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. കേരളത്തിൽ മറ്റെങ്ങുമില്ലാത്ത ഒരു ആചാരം ഈ ക്ഷേത്രത്തിൽ നടക്കുന്നു. തൃപ്പൂത്താറാട്ട് എന്നാണ് ഈ ആചാരത്തിൻ്റെ പേര്. ദേവി രജസ്വലയാകുമ്പോഴാണ് ഈ ആചാരം കൊണ്ടാടുന്നത്. എന്നും മേൽശാന്തി പൂജ ചെയ്യുമ്പോൾ ദേവിയുടെ ഉടയാടയിൽ രജസ്വലയായതിൻ്റെ അടയാളം കാണുകയാണെങ്കിൽ താഴ്മൺ മഠത്തിലെ അന്തർജനത്തെ അറിയിക്കുന്നു. ദേവി രജസ്വലയായതാണോ എന്ന് ഉറപ്പുവരുത്തുന്നത് അന്തർജനമാണ്. രജസ്വലയാണെങ്കിൽ ശ്രീകോവിലിൽ നിന്ന് വിഗ്രഹം തൃപ്പൂത്തറയിലേക്ക് മാറ്റും. പിന്നീടുള്ള പൂജകൾ അറയിലായിരിക്കും നടക്കുന്നത്. 4-ാം പക്കം വാദ്യമേളത്തോടുകൂടി മിത്രക്കടവിലേക്ക് എഴുന്നള്ളിച്ച് തൃപ്പൂത്താറാട്ട് നടത്തുന്നു. ദേവി തൃപ്പൂത്തായാൽ ക്ഷേത്രത്തിന് മുന്നിൽ അറിയിപ്പ് നൽകുന്നതിനൊപ്പം പത്രം വഴിയും ഭക്തജനങ്ങളെ അറിയിക്കുന്നു. തിരിച്ചെഴുന്നള്ളിപ്പ് ആന ചമയതാലപ്പൊലികളോടെയാണ് ആർഭാടപൂർവമാണ് നടത്തുന്നത്. സെറ്റും മുണ്ടും ധരിച്ച് ഒരുങ്ങിയെത്തുന്ന ധാരാളം സ്ത്രീകൾ ചമയത്താലപ്പൊലിയിൽ പങ്കെടുക്കാറുണ്ട്. മംഗല്യ സൗഭാഗ്യവും കുടുംബ സൗഭാഗ്യവും കിട്ടുമെന്നാണ് വിശ്വാസം. കുറച്ചു കാലം മുമ്പ് വരെ ദേവിയുടെ ഉടയാട ഭക്തർക്ക് നൽകുമായിരുന്നു. ഉടയാട കിട്ടാനായി മുൻകൂർ ബുക്ക് ചെയ്യാം. 20 വർഷങ്ങൾക്കപ്പുറം വരെയുള്ള ബുക്കിംഗ് നീണ്ടിരുന്നു. എന്നാൽ ഇടക്കാലത്ത് നടത്തിയ ദേവപ്രശ്നത്തിൽ ഇങ്ങനെ ചെയ്യരുതെന്ന് വിധിയുണ്ടായതോടെ അത് നിർത്തലാക്കി. തൃപ്പൂത്താറാട്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മൺട്രോ സാഹിബ് വരെ ഇതിൽ പങ്കാളിയായിട്ടുള്ളതാണ്. മൺട്രോ സാഹിബിൻ്റെ കാലത്ത് തൃപ്പൂത്താറാട്ടിനുള്ള ഫണ്ട് വെട്ടിക്കുറച്ചിരുന്നത്രേ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് രോഗപീഠ വന്നപ്പോൾ പ്രശ്നചിന്തയിൽ ദേവീ കോപമാണെന്ന് തെളിഞ്ഞു. ദേവിക്ക് പനന്തണ്ടൻ വളകൾ പ്രായശ്ചിത്തമായി നടക്കി വയ്ക്കുകയും എല്ലാ മലയാള വർഷാദ്യത്തെ തൃപ്പൂത്താറാട്ടിൻ്റെ ചെലവിനുള്ളത് അദ്ദേഹം നിക്ഷേപിക്കുകയും ചെയ്ത സംഭവവും ഇവിടെ വിശ്വാസികൾ പങ്കുവയ്ക്കുന്നു. ഈ പനന്തണ്ടൻ വളകൾ ആറന്മുളയിൽ ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. പിന്നീട് ഭക്തജനങ്ങളുടെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്ന് മലയാള വർഷാരംഭത്തിലെ ആദ്യ തൃപ്പൂത്തിന് ദേവിക്ക് ഈ വളയും ഒഡ്യാണവും അങ്കിയും ചാർത്തി ദീപാരാധന നടത്താൻ തുടങ്ങി. തൃപ്പൂത്ത് തുടങ്ങി 12 ദിവസം ദേവിയുടെ ഇഷ്ട വഴിപാടായ ഹരീദ്ര പുഷ്പാഞ്ജലിയും ഇവിടെ നടത്താറുണ്ട്. ശബരിമല യാത്രയ്ക്കിടയിൽ വഴിത്താവളങ്ങളിലൊന്നാണ് ചെങ്ങന്നൂർ. ധനുമാസത്തിലെ തിരുവാതിരയിൽ ആരംഭിച്ച് മകരമാസത്തിലെ തിരുവാതിരയ്ക്ക് അവസാനിക്കുന്ന ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന